Good evening, everyone. നമ്മുടെ സെറ്റിന്റെ മൂന്നാമത്തെ ലൈവ് സെഷൻ ആണ് ഇന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെറ്റിന്റെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ മോഡ്യൂൾ 3 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലായിട്ടും ഫിസിക്കൽ കെമിസ്ട്രിയുടെ ടോപ്പിക്സ് ആണ് മോഡ്യൂൾ 3 വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഇന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Here is the first question for you. The limiting molar conductance of sodium chloride, sodium iodide, rubidium iodide are 12.7, 10.8 and 9.1. Okay, the millimeter per mole ആണ്. The limiting molar conductivity of rubidium chloride is the limiting molar conductance നമുക്ക് തന്നിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡിന്റെയും സോഡിയം അയഡൈഡിന്റെയും റുബീഡിയം അയഡൈഡിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസിന്റെ വാല്യൂസ് ഗിവൻ ആണ്. 12.7, 10.8, 9.1. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 32.6, 7.2, 11, 14.4. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, അത് റുബീഡിയം ക്ലോറൈഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. ബേസിക് ആയിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ സോ നമ്മള് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് എഴുതി നോക്കാം. ലാംഡ 0m നമുക്കറിയാം. ലാംഡ 0m അക്കോർഡിംഗ് ടു കൊളറൈഷ്യസ് ലോ എന്താണ്? ലാംഡ 0 കാറ്റയോൺ പ്ലസ് ലാംഡ 0 ആനയോൺ ആണ്. നമുക്ക് സോഡിയം ക്ലോറൈഡിന്റെ എങ്ങനെ എഴുതാം? നമുക്ക് സോഡിയം ക്ലോറൈഡിന്റെ എങ്ങനെ എഴുതാം? ലാംഡ Na പ്ലസ് പ്ലസ് ലാംഡ Cl മൈനസ്. അതിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 12.7 ആണ്. നമ്മൾ ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. രണ്ടാമതായിട്ട് നമുക്ക് സോഡിയം അയോഡൈഡ് തന്നിട്ടുണ്ട്, NaI, which is equal to lambda Na plus plus lambda I minus. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? That is 10.8. 10.8. Let's take this as the second equation. Now, lambda rubidium iodide, which is equal to lambda 0 plus lambda 0 I minus, which is given as 9.1. So now let's take this as the third equation. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെയാണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് RbCl. സോ നമുക്ക് RbCl is equal to lambda 0 B plus plus lambda 0 Cl minus. നമുക്ക് തന്നിരിക്കുന്ന ഈ ഗിവൻ ഡേറ്റയിൽ നിന്ന് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്തണം. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ നമുക്ക് എണ്ണ വേണ്ട, അയഡിനും വേണ്ട. നമുക്ക് വേണ്ടത് Cl-ഉം Rb-യുമാണ്. സോ ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ മോഡിഫിക്കേഷൻ ചെയ്യാം. സോ നമുക്ക് വേണ്ട സംഗതികൾ, നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ക്ലോറിനും വേണം, നമുക്ക് Rb-യും വേണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഇക്വേഷനെ
Okay, so I will continue. Once again, I will continue. നമ്മൾ ആ പ്രോബ്ലം ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇൻ ബിറ്റ്വീൻ കണക്ഷൻ പോയി, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് സോഡിയം ക്ലോറൈഡിന്റെയും സോഡിയം ക്ലോറൈഡും സോഡിയം അയഡൈഡും റുബീഡിയം അയഡൈഡിന്റെയും എല്ലാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് RbClന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം തന്നെ കൊളറാഷ്യസ് ലോന്റെ ഓർഡറിൽ എഴുതാം. കൊളറാഷ്യസ് ലോ, അക്കോർഡിംഗ് ടു കൊളറാഷ്യസ് ലോ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് ഈ എഴുതിയിരിക്കുന്ന അക്കോർഡിംഗ് ടു കൊളറാഷ്യസ് ലോ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസിനെ ഏത് രീതിയിൽ മോഡിഫിക്കേഷൻസ് നടത്തിയാലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട RbClലേക്ക് എത്താൻ പറ്റുന്നതെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഐ തിങ്ക് നമ്മൾ 12th ഗ്രേഡിൽ പോലും നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തിട്ടുള്ളതാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ RbCl കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെയും തേർഡ് ഇക്വേഷനെയും നമ്മൾ ആഡ് ചെയ്തിട്ട് സെക്കൻഡ് ഇക്വേഷനായിട്ട് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട RbCl കിട്ടി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 21.8 മൈനസ് 10.8 ആണ്. അതായത് ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോ എന്നെയും ക്യാൻസൽ ആയി പോയി. ഐ മൈനസും ക്യാൻസൽ ആയി പോയി. പിന്നെ നമുക്കുള്ളത് Rb പ്ലസും Cl മൈനസും ആണ്. അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. സോ നമ്മൾ 12.7ഉം 9.1ഉം ആഡ് ചെയ്തു. അതിന് 10.8 സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 11 ആണ്. 11. So the right answer is option C, that is 11. This is the right answer, 11. Okay, now we are moving on to the next question. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. See, the equivalent conductance value of calcium 2 plus is 0.011 Siemens meter square per mole and 0.0076 Siemens meter square per mole. The correct expected molar conductivity at infinite dilution for calcium chloride is. ഇത് കുറെ കൂടെ എളുപ്പമാണ്. അഗെയിൻ കൊളറാഷ്യസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് കാൽഷ്യം 2+ ഇക്വാലന്റ് കണ്ടക്റ്റൻസിന്റെ വാല്യൂ അതെന്താണ്? λ0 കാൽഷ്യം 2+ ഇക്വാലന്റ് കണ്ടക്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.0119 Siemens meter square per mole. ഓക്കെ, അടുത്തത് λ0 calcium 2+ is 0.0119 Siemens meter square per mole and that of Cl minus is 0.0076. So Cl minus is equal to 0.0076. ഈ രണ്ട് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. What you have to calculate? The question is to find the molar conductivity at infinite dilution for calcium chloride. Calcium chloride in the molar conductivity at infinite dilution കണ്ടുപിടിക്കണം. That is equal to λ0 calcium 2+ plus λ0 Cl minus. നമുക്കറിയാം ഇത് കാൽഷ്യം ക്ലോറൈഡ് ആണ്. കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ 2 ക്ലോറിൻ ഉണ്ട് അല്ലേ? സോ 2 Cl minus. So 0.0119 plus 2 into 0.0076, which is equal to 0.0119 plus 2 into 0.0076. എത്രയാണ്? 2 into 0.0076 0.0152. Now എന്താണ് ഫൈനൽ ആൻസർ വരുന്നത്? ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. 0.0119 plus
0.0152. എത്രയാണ്? 0.027. 0.027 Siemens square per mole. So what is the answer? Option B. Option B is the right answer. ഇതൊരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കൊളറാഷ്യസ് ലോ ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഡയറക്റ്റ് കൊളറാഷ്യസ് ലോയുടെ ആപ്ലിക്കേഷൻ. അടുത്തതായിട്ട് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫൈൻഡ് ദ കറക്റ്റ് പെയർ ഫോർ അയണിക് സ്ട്രെങ്ത്. അഗെയിൻ ഇമ്പോർട്ടൻറ്റ്, അയണിക് സ്ട്രെങ്ത്. ഓക്കെ, നമുക്ക് അയണിക് സ്ട്രെങ്ത്തിന്റെ കറക്റ്റ് ഓർഡർ, അത് നമുക്ക് രണ്ട് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്, രണ്ട് ഇലക്ട്രോലൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് KCl ആണ്, രണ്ടാമത്തത് K2SO4 ആണ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കൂ. ഫൈൻഡ് ദ കറക്റ്റ് പെയർ ഫോർ അയണിക് സ്ട്രെങ്ത് ഓഫ് A. ഏതാണ്? 0.02 മോളാർ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡ്. അപ്പോ 0.02 മോളാർ പൊട്ടാഷ്യം ക്ലോറൈഡിന്റെ അയണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. ആൻഡ് രണ്ടാമതായിട്ടോ 0.02 മോളാർ സൊല്യൂഷൻ ഓഫ് K2SO4. പൊട്ടാഷ്യം സൾഫേറ്റിന്റെ 0.02 മോളാർ പൊട്ടാഷ്യം സൾഫേറ്റിന്റെയും എന്ത് കണ്ടുപിടിക്കണം? നമ്മള് അയണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അത് കറക്റ്റ് ഓർഡറിലായിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തെറ്റിപ്പോയത്. ആദ്യം പൊട്ടാഷ്യം ക്ലോറൈഡ് അയണിക് സ്ട്രെങ്ത് എഴുതണം, രണ്ടാമത് K2SO4 അയണിക് സ്ട്രെങ്ത് എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അയണിക് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എളുപ്പമാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അയണിക് സ്ട്രെങ്ത് I, ഇക്വേഷൻസ് എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. അയണിക് സ്ട്രെങ്ത് I is equal to 1/2 into സിഗ്മ, സം ആണ്, CI. അതായത് എത്ര അയോൺസ് ഉണ്ട് അതനുസരിച്ചാണ് CI ZI the square. ഇതിൽ C എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ആണ്, Z എന്ന് പറയുന്നത് ചാർജ് ആണ്. നമുക്കിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചാർജ്, it is the concentration. Z ആണ് നമ്മുടെ ചാർജ്. നമുക്കിവിടെ രണ്ട് സൊല്യൂഷൻ ആണുള്ളത്. ഒന്ന് 0.02, ഒന്ന് KCl ആണ്. KCl എന്ന് പറയുമ്പോൾ അതിന്റെ C 0.02 ആണ്, Z +1, ലൈക്ക് ഇസഡിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് കേട്ടോ. അല്ലെങ്കിലും അത് സ്ക്വയർ എടുക്കുമ്പോൾ അതെന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 1 ആണല്ലേ ചാർജ് വരുന്നത്. മറ്റത് വന്നിട്ട് 0, അതും 0.02 ആണ്. പക്ഷെ അവിടെ K+ ആണ്, അത് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ SO4 2 - 1. നമുക്ക് നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മള് പൊട്ടാഷ്യം ക്ലോറൈഡിന്റെ ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പൊട്ടാഷ്യം ക്ലോറൈഡിന്റെ അയണിക് സ്ട്രെങ്ത് ആണ്. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. First we will calculate the ionic strength of potassium chloride. Okay, so potassium chloride ionic strength നമുക്ക് calculate ചെയ്യാം. ഇക്വേഷനിലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. I is equal to half into, yes, എത്രയാണ് കോൺസെൻട്രേഷൻ? that is 0.02 into ചാർജ് എത്രയാണ്? പൊട്ടാഷ്യം K+ ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് ദാറ്റ് ഇസ് സിഗ്മ. ഇവിടെ നമുക്ക് സിഗ്മയാണ് അല്ലേ. സിഗ്മ എന്ന് പറയുമ്പോൾ കാറ്റോണിന്റെ ആനയോണിന്റെ ആഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് പൊട്ടാഷ്യം K+ന്റെ കാറ്റോണിന്റെ ആയി 0.02 into again Cl- ന്റെ 1 സ്ക്വയർ. ഓക്കെ, now what is the answer? half into, ഇവിടെ ഇത് 0.2 into 1, 0.2 plus 0.02 plus 0.02 ആഡ് ചെയ്യുമ്പോൾ what you will get 0.04 അല്ലേ. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.02 moles per kilogram. ഓക്കെ, 0.02 ആണ് നമുക്ക് പൊട്ടാഷ്യം K+ന്റെ കിട്ടിയത്. അത് ഇവിടെ എല്ലായിടത്തും അത് തന്നെയാണ്. ഒന്നും നമുക്ക് ഈ ബേസിൽ തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, 0.02. അപ്പൊ അത് മനസ്സിലായല്ലോ. KClന്റെ
അയണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.02. ഇക്വേഷൻ നോട്ട് ചെയ്യുക എല്ലാവരും. I is equal to half into sigma Ci into Zi square, where Ci is the concentration and Zi is the charge. അതാണ് അയണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്തതായിട്ട് നമുക്ക് പൊട്ടാഷ്യം ക്ലോറൈഡിന്റെ കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഫോർ പൊട്ടാഷ്യം ക്ലോറൈഡ്. പൊട്ടാഷ്യം ക്ലോറൈഡിന്റെ കണ്ടുപിടിക്കാം. K2SO4 അല്ലേ? അപ്പൊ K2SO4 ആണ് നമ്മൾ രണ്ടാമതായിട്ട് അയണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്. സോ അയണിക് സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇതും കോൺസെൻട്രേഷനിൽ വ്യത്യാസമില്ല, 0.02 ആണ് അല്ലേ? 0.02 ഇൻറ്റു, ഇവിടെ പൊട്ടാഷ്യം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ചാർജ് 1 ആണ്, പക്ഷെ 2 പൊട്ടാഷ്യം ഉണ്ടല്ലോ. അപ്പൊ 2 into 1 സ്ക്വയർ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 2 into 1 സ്ക്വയർ പ്ലസ് അടുത്തത് 0.02 ഇൻറ്റു സൾഫേറ്റ്. ഒരു സൾഫേറ്റേ ഉള്ളൂ അല്ലേ, നമ്മളിവിടെ 1 ഇടുവാണ്. 1 ഇൻറ്റു സൾഫേറ്റ് ചാർജ് എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പൊ 2 സ്ക്വയർ കണ്ടല്ലോ. അപ്പോ നമ്മുടെ അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചാർജ് ഇവിടെ K+1 ആണ് ചാർജ്, പക്ഷെ 2 പൊട്ടാഷ്യം ഉള്ളതുകൊണ്ട് നമ്പർ ഓഫ് അയോൺ എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ I is equal to Ci into Zi സ്ക്വയറിൽ നമ്മൾ ആ നമ്പർ ഓഫ് അയോൺ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 0.02 into 2 into 1 square. That is the charge of potassium. This is the number of potassium ions. Now, sulfate like വരുമ്പോൾ 0.02 into 1 into 2 square. That is the charge. Okay. Now, നമുക്ക് കണ്ടുപിടിക്കാം half into 0.0. അത് തന്നെ 0.04 ആയി അല്ലേ? 0.04 പ്ലസ് ഇവിടെ 4 വരും. 0.02 into 4 വരും. അപ്പൊ എത്ര വരും? 0.08 വരും. 12 ഇട്ട് 12 അല്ലേ? അപ്പൊ ഹാഫ് ഇൻറ്റു 0.12, അതായത് 12 എന്ന് പറയുമ്പോൾ 0.6 അല്ലേ? ദാറ്റ് ഇസ് 0.06. ഏതാണ് റൈറ്റ് ആൻസർ? 0.06 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ? ഇതാണ് ഓപ്ഷൻ, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. I is equal to half into sigma Ci into Zi the whole square. ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്കിത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ we can easily find out the ionic strength. Okay, now അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. In the graph below, the correct option according to Clairaut's law is, Clairaut's law ആയിട്ട് സംബന്ധിച്ച കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫ് കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് തരാം ഗ്രാഫ്. നമ്മൾ ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഗ്രാഫിന്റെ പ്ലോട്ട് വരുന്നത്. ഇത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് വേഴ്സസ് റൂട്ട് സി, റൂട്ട് കോൺസെൻട്രേഷൻ ആണ്. ഇത് എയുടെ ഗ്രാഫ്, ഇത് ബിയുടെ ഗ്രാഫ്, ഇത് സിയുടെ ഗ്രാഫ്, ഇതാണ് ഡിയുടെ ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ എ ബി സി ഡി എന്ന് പറയുന്ന 4 ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ എം വേഴ്സസ് റൂട്ട് സി ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഗ്രാഫിനെ റെഫർ ചെയ്തിട്ട് ഇൻ അക്കോർഡൻസ് അല്ലെ, ഗ്രാഫിനെ അക്കോർഡിംഗ്ലി നമുക്ക് ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, 4 ഇലക്ട്രോലൈറ്റുകളുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തന്നിട്ട് ഏത് ഇലക്ട്രോലൈറ്റ് ആണെന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അപ്പോ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, നമ്മുടെ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കൂ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ ഇസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് ബി ഇസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അതായത് എ എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ്. ഇനി ഓപ്ഷൻ ബി പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് സ്ട്രോങ്ങും ബി എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് വീക്കും ആണെന്നാണ്.
ഓപ്ഷൻ സി പറയുന്നത് സി എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് സ്ട്രോങ്ങും ഡി എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് വീക്കും ആണെന്നാണ്. നാലാമത്തെ ഓപ്ഷൻ ഡി പറയുന്നത് സി എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റും ഡി എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ആണ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സി നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ലാംഡ എം വേഴ്സസ് റൂട്ട് സി ഗ്രാഫ് നമ്മൾ ഐ തിങ്ക് +2 ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ് അല്ലെ. ലാംഡ എം വേഴ്സസ് റൂട്ട് സിയുടെ ഗ്രാഫ് ഞാൻ ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഗ്രാഫിനെ ലാംഡ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് വേഴ്സസ് റൂട്ട് സി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ എന്താ പറയുക ലാംഡ എം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ബൈ എക്സ്ട്രാപൊളേറ്റിംഗ് ദ ഗ്രാഫ് ടു y ആക്സിസ് അല്ലേ. അതായത് ഇത് എന്തിന്റെയാണ്? ദിസ് ഈസ് ഫോർ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ലേ. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് എങ്ങനെയാണ്? നമുക്കത് എക്സ്ട്രാപൊളേറ്റ് ചെയ്താൽ ഒരിക്കലും കിട്ടത്തില്ല. ദിസ് ഈസ് ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഈ ഒരു ഐഡിയ ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കിയാൽ മതി. സി എ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണോ? അല്ല. അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാം അല്ലെ. ഇനി ഡി എന്ന് പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലെ. ഡി എന്ന് പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഡി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്നുള്ള ഈ ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാം. സി എന്ത് തരം ഇലക്ട്രോലൈറ്റ് ആണ്? സി എന്ത് തരം ഇലക്ട്രോലൈറ്റ് ആണ്? ഇങ്ങനെയല്ലേ ഗ്രാഫ് അല്ലേ. സി ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സി ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ലേ. സി ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. വാട്ട് അബൌട്ട് എ? എ ഈസ് ഓൾസോ one second, ഇത് എയുടെ ഗ്രാഫ് അല്ലേ. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് എ. ഇവിടെ നമുക്ക് ഗ്രാഫിന്ന് ഡി ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെന്ന് മനസ്സിലായി, സി ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് മനസ്സിലായി അല്ലേ. ആ ഒരു ഓപ്ഷൻസ് വരുന്ന നോക്കാം നമുക്ക്. സി ഇസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഡി ഇസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് അല്ലേ. അതാണ് നമുക്ക് എക്സാക്ട്ലി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫ്. നമുക്ക് ഒറ്റ നോട്ടത്തില് മനസ്സിലാക്കി തരുന്നതിൽ നമുക്ക് ഈ ഒരു ഏരിയയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഡി ഇസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് സി ഇസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. So this is the right answer. That is option C is the right answer. C is a strong electrolyte and D is a weak electrolyte. Sri Bhadra 0.06 potassium sulfate in the potassium sulfate in the 0.06 mole per kilogram. Potassium sulfate in there. സൾഫേറ്റിന്റെ പൊട്ടാഷ്യം സൾഫേറ്റിന്റെ 0.06 മോൾ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. എന്താണ്? സി, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. സി ഇസ് ഇലക്ട്രോലൈറ്റ്. സി ഇസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഡി ഇസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ദിസ് ഇസ് വീക്ക് ഇലക്ട്രോലൈറ്റ്, WEAK, വീക്ക്. ഓക്കെ ശ്രീഭദ്ര, താങ്ക് യു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. വീക്ക്. ഓക്കെ, moving on to the next question. ചോദ്യം നോക്കുക. The temperature dependence and electrochemical cell potential. Electrochemical cell potential is ടെമ്പറേച്ചറും ഇലക്ട്രോകെമിക്കൽ സെൽ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ടെമ്പറേച്ചറും ഇലക്ട്രോകെമിക്കൽ സെൽ പൊട്ടൻഷ്യലും. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡെൽറ്റ ജി ഡിവൈഡഡ് ബൈ NFT, ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ NF, ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ NF, ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ NF. ദിസ് ഇസ് ക്യാപിറ്റൽ F ആണ്, ഫാരഡേസ് കോൺസ്റ്റന്റ് F ആണ്. Then delta D is equal to delta S divided by NFT. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്.
നമുക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസും ഇലക്ട്രോ കെമിക്കൽ സെൽ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇനി അത് ഡെൽറ്റ ജി. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യനില് കറക്റ്റ് ആണ്. അതെ അതെ. ഓക്കെ, നമുക്ക് നോക്കാം ടെമ്പറേച്ചറും സെൽ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസും ഇലക്ട്രോ കെമിക്കൽ സെൽ പൊട്ടൻഷ്യലും നമുക്കറിയാം എന്താണ്? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെല്ലാണ്, അല്ലെങ്കിൽ നമ്മുടെ സെൽ പൊട്ടൻഷ്യലും ഡെൽറ്റ ജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത്? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ. ഇനി നമുക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ് വേണ്ടത് അല്ലേ? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്, അതായത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗിബ്സ് ഫ്രീ എനർജി വേഴ്സസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എന്താണ്? ഡെൽറ്റ ജി ഇസ് ഡെൽറ്റ ജി ഡോ ജി ബൈ ഡോ ടി. ഡോ ജി ബൈ ഡോ ടി നമ്മൾ ബേസിക്കലി തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നതാണ്. അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡോ ജി ബൈ ഡോ ടി കണ്ടുപിടിക്കാനായിട്ട് ഡോ ജി ബൈ ഡോ ടി എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ എസ് ആണ്. ബേസിക്കലി ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് തെർമോഡൈനാമിക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഡോ ജി ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്ന എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡോ ജി ബൈ ഡോ ടി മൈനസ് ഡെൽറ്റ എസ് ആണ്. ഇനി നമുക്കറിയാം മൈനസ് ഡെൽറ്റ എസ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? അല്ലെങ്കിൽ ഇവിടെ ഡോ ജി ബൈ ഡോ ടി ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ല. മൈനസ് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു മൈനസ് എൻ എഫ്. അപ്പൊ നമ്മുടെ ഇ സീറോയ്ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡോ ഇ സീറോ ഡിവൈഡഡ് ബൈ ഡോ ടി. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ, ഇതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? രണ്ടിടത്തും മൈനസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ എൻ എഫ് എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മളോട് ചോദിച്ചത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻ ഇതിൽ ഏതാണെന്നാണ്. നമ്മുടെ ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ ആണ് നമുക്കറിയാം. ഇതില് ഞാൻ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എടുത്തു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്രീ എനർജി, ഗിബ്സ് ഫ്രീ എനർജി വേഴ്സസ് ടെമ്പറേച്ചർ. നമുക്ക് ഗിബ്സ് നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് നമുക്ക് നമ്മുടെ മാക്സ്വെൽ റിലേഷൻഷിപ്പ് അതിനകത്ത് നമുക്ക് കിട്ടും എളുപ്പത്തിൽ. മൈനസ് ഡെൽറ്റ എസ് കിട്ടും. അപ്പൊ എനിക്ക് ഇനി ഡോ ജി ബൈ ഡോ ടി ഞാൻ ഇതിന് ഡെറിവേറ്റീവ് എടുത്തു. ഡോ ജി ബൈ ഡോ ടി ഇക്വേഷൻ എല്ലാം ഈ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷന്റെ ഞാൻ ഡോ ജി ബൈ ഡോ ടി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ഇപ്പൊ ഡോ ജി ബൈ ഡോ ടി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ഞാൻ അത് എഴുതിയിട്ടില്ലാന്നേ ഉള്ളൂ. മൊത്തത്തിലെ ഇക്വേഷന് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുവാണ്. അതായത് ഡോ ജി ബൈ ഡോ ടി എനിക്ക് ഓൾറെഡി കിട്ടി മൈനസ് ഡെൽറ്റ എസ് ആണ്. പിന്നെ ഇതിനകത്ത് വേരി ചെയ്യണ എന്താണ്? എൻ കോൺസ്റ്റന്റ്, എഫ് കോൺസ്റ്റന്റ്, ഇ സീറോ മാത്രമാണ് വേരി ചെയ്യുന്നത്. അപ്പൊ ഡോ ഇ സീറോ ബൈ ഡോ ടി. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽ പൊട്ടൻഷ്യൽ. ഡോ ഇ സീറോ ബൈ ഡോ ടി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെനിക്ക് എത്ര കിട്ടി? ഡെൽറ്റ എസ് ഡിവൈഡ് ബൈ എൻ എസ് കിട്ടി. So what is the right answer? Option C, delta S divided by NF. Okay. അപ്പൊ നമ്മൾ ഇക്വേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾക്ക് അറിയാവുന്ന ഇക്വേഷനെ അവർ ചോദിച്ച രീതിയിലേക്ക് നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുക ചെയ്തത്. നമുക്ക് ഒരു ഇക്വേഷൻ അറിഞ്ഞതുകൊണ്ട് ഇത് ചെയ്യണം എന്നില്ല. നമുക്ക് കണ്ടെത്തേണ്ടത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽ പൊട്ടൻഷ്യൽ ആണ്. അതായത് ഡോ ഇ സീറോ സെൽ ബൈ ഡോ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അതിനെ ഫ്രെയിം ചെയ്തെടുക്കുക ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, the 3 isotopes used in leukemia therapy have T half is equal to
14.26 days. What percentage of phosphorus 32 remains after 32 days? Sorry, 3 isotope എന്നല്ല കേട്ടോ, the P32 isotope എന്നാണ്. The P32 isotope used in leukemia therapy. ലുക്കിമിയ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഈ ഫോസ്ഫറസ് 32 എന്ന് പറയുന്ന ഐസോട്ടോപ്പിന്റെ ഹാഫ് ലൈഫ് 14.26 ഡേയ്സ് ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവർ തന്നിട്ടുണ്ട്. എത്രയാണ് ഐസോട്ടോപ്പിന്റെ ഹാഫ് ലൈഫ്? 14.26 ഡേയ്സ് ആണ്. ഇനി 32 ഡേയ്സിന് ശേഷം ഇത് എത്ര റിമെയിൻ ചെയ്യും? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോ ഒരു P32 എന്ന് പറയുന്ന ലുക്കിമിയ തെറപ്പിക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പിന്റെ ടി ഹാഫ് 14.26 ഡേയ്സ് ആണ് നമുക്ക് തന്നിട്ട് 32 ദിവസത്തിന് ശേഷം ഇത് എത്ര ലെഫ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നാം കണ്ടെത്തേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ നമ്മളുടെ കേസ് ഈക്വൽ നമുക്കറിയാം isotopic radioactive disintegrations follows first order kinetics ആണ്. നമ്മൾ 12th ഗ്രേഡിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഇക്വേഷന്റെ കെയിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നമുക്ക്. അത് ലോങ് പ്രൊസീജിയർ ആണ്, നമ്മൾ അതിൽ ഒരുപാട് സമയം കണ്ട് കളയേണ്ടി വരും. ഇത് നമുക്ക് വെറുതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സി, ഞാൻ ഇവിടെ അസ്യൂം ചെയ്യുകയാണ്, ഞാൻ ആദ്യം എടുത്ത P32 100% ആയിരുന്നു. സി, ഇതെല്ലാം പെർസെന്റേജിലാണ്, ഓപ്ഷൻസ് എല്ലാം പെർസെന്റേജിലാണ്. സോ ഞാൻ അസ്യൂം ചെയ്യുന്നു P32 ഇതിന്റെ യൂസേജിന് മുൻപ് 100% മൊത്തം എടുത്തിട്ട് 100% ഉണ്ടായിരുന്നു. നമുക്ക് ഇത് 50% ആവാനായിട്ടുള്ള ഒരു ടൈം അവർ തന്നിട്ടുണ്ട്. 50% ആവാൻ എടുക്കുന്നത് എത്ര ദിവസമാണ്? 14.26 ഡേയ്സ് ആണ് അവരെടുക്കുന്നത്. ഓക്കെ, 14.26 ഡേയ്സ് എടുത്തിട്ടാണ് 100% എന്നുള്ളത് 50% എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ 50% 25% ആകാൻ എടുക്കുന്നത് എത്ര സമയമായിരിക്കും? ഗസ് ചെയ്യുക. ഇതിന്റെ ഡബിൾ ആയിരിക്കും, അതായത് 28 സംതിങ് 52. ഓക്കെ, 28.52 ഡേയ്സ് ആണ് അല്ലെ. ഇനി 25% അതിന്റെ പകുതിയാവാനായിട്ട്, അതായത് 12.5% ആവാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? 28.52 എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ എഴുതുവാണ് ഒരു 57.04. ഓക്കെ ആണെന്ന് വിചാരിക്കും. അപ്പൊ നമുക്കൊരു റൂട്ട് കിട്ടി. 100% 50% ആകാൻ എടുക്കുന്ന ഒരു സമയം കിട്ടി എനിക്ക്. പിന്നെന്താണ് 50% 25% ആകാനുള്ള ടൈം കിട്ടി. 25% 12.5% ആകാനുള്ള സമയം കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 32 ദിവസമാണ്. അപ്പോ 14.26 ദിവസം കൊണ്ട് 50% എത്തുള്ളൂ. 28.52 ദിവസം കൊണ്ട് 25% എത്തും. ഇനി 57. നമുക്ക് അതിനെ ഒന്ന് റൗണ്ട് ചെയ്യാം. ഒരു 14 ദിവസം കൊണ്ട് 50% എത്തും. 28 ദിവസം കൊണ്ട് 25% എത്തും. ഒരു 57 ദിവസം കൊണ്ട് 12.5% നമുക്ക് 32 ദിവസം കണ്ടുപിടിക്കേണ്ടത്. 32 ഡേയ്സ് കൊണ്ട് എന്തായാലും എന്താണ് ഇത് എത്ര? 32 ഡേയ്സ് കൊണ്ട് എത്ര ഉണ്ടെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? 32 ഡേയ്സ്. അപ്പൊ എന്തായാലും 12.5 32 ഡേയ്സ് എന്ന് പറയുമ്പോൾ 12.5 കൂടുതലായിരിക്കണം. 12.5 താഴെ പോകില്ല. അപ്പൊ 8% അല്ല. ഇനി 28 ദിവസം കൊണ്ട് 25% ആകുന്ന 32 ദിവസം കൊണ്ട് 81% എത്തത്തില്ല. കണ്ടോ, ഇങ്ങനെ നമ്മൾ അറിയാവുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? തള്ളിക്കളയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി 32 ഡേയ്സ് കൊണ്ട് നോക്കുക. 50% 14.26. 57 ദിവസം കൊണ്ട് 12.5%. 57 ദിവസം കൊണ്ട് 12.5% അപ്പോ 18.3. അപ്പൊ ഏകദേശം എത്ര ശതമാനം ഉണ്ടാവുന്നതാണ് നോക്കുന്നത്? 32 ദിവസം കൊണ്ട്, അതായത് 28 ദിവസം കൊണ്ട് 25% എത്തും. 28 ദിവസം കൊണ്ട് 25% എത്തും. അപ്പൊ എന്തായാലും 30% അല്ല.
കണ്ടോ, നമ്മൾ എത്രയോ എളുപ്പത്തിലാണ് തള്ളിക്കളയുന്നത്. 18.3 ആ ഒരു ഇതിലേക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? ടി ഹാഫ് 14.26 ആണ്. 14.26 കൊണ്ട് 50% തീർന്നു. 28 ദിവസം കൊണ്ട് 25% തീർന്നു. ഏകദേശം ഒരു 56-57 ദിവസം കൊണ്ട് 12.5% തീർന്നു. അപ്പൊ 32 ദിവസം കൊണ്ട് ഏകദേശം നിങ്ങൾ കണക്കെടുക്കുക. എന്തായാലും 30% അല്ല, 8% അല്ല, 81% ഒരിക്കലും അല്ല, 18.3%. ഗസ് വർക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. The temperature dependence of a reaction is given by K is equal to AT square exponent E0 divided by RT. Activation energy EA of the reaction is. Okay. ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് നമുക്കറിയാം. K is equal to T square E raised to an exponent അല്ലേ, E0 divided by RT. മൈനസ് കേട്ടോ, മൈനസ് ഉണ്ട്, മൈനസ് E0 by RT എന്ന് തന്നിട്ടുണ്ട്. What you have to calculate is the activation energy. We have to calculate the activation energy. നമ്മൾ എങ്ങനെ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കും? ഈ ഒരു ഇക്വേഷൻ, ഇവർ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട് കെമിക്കൽ കൈനറ്റിക്സിൽ. ദാറ്റ് ഇസ് K is equal to A T raised to M into E raised to minus EA by RT. Okay, EA by RT. K is equal to A T raised to M. K is equal to A T raised to M into E raised to minus EA by RT. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഇയുടെ ഒരു ഇക്വേഷൻ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് E0 പ്ലസ് MRT. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. ഡെറിവേഷൻ ഒന്നും നമ്മൾ പഠിക്കേണ്ടതില്ല. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ എന്തായാലും പഠിക്കുക. അതിനകത്തൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്താണ്? K is equal to A T raised to M into E raised to minus EA by RT. EA is equal to E0 plus MRT. So please note these two equations. Note ചെയ്തോ? ഈ രണ്ട് ഇക്വേഷൻസ് നോട്ട് ചെയ്യാം നിങ്ങൾ. ഒന്നുകൂടി പറയാം. K is equal to A T raised to M into E raised to minus EA by RT. EA is equal to E0 plus M into RT. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? K is equal to AT square exponent E0 by RT. E0 by RT. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്ടിവേഷൻ എനർജി EA ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആക്ടിവേഷൻ എനർജി EA is equal to what? E0 plus MRT. നമ്മൾ ഓൾറെഡി പഠിച്ചു MRT. What is M? What is M? M എത്രയാണ്? 2. കണ്ടോ? A T raised to M E raised to minus EA by RT. M എത്രയാണ്? 2. So what is 2 plus M into RT? അല്ലേ? അപ്പോൾ അല്ല സോറി, E0 plus 2 into RT. So what is EA? What is activation energy EA? Which is equal to E0 plus 2RT. കണ്ടോ? EA is equal to E0 plus 2RT. EA is equal to E0 plus 2RT. Oh, ഇതാണ് കേട്ടോ 2RT. This is the right answer. The activation energy തന്നിരിക്കുന്നതിനകത്ത് നിന്നുള്ള ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് EA is equal to E0 plus 2RT. That is option C.
EA is equal to E0 plus 2RT. Option C is the right answer. Moving on to the next question. For a reaction, the rate constant K at 27 degrees Celsius is 5.4 into 10 raised to 11 into e raised to minus 50. The activation energy for the reaction is, we have to calculate the activation energy. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ആക്ടിവേഷൻ എനർജി ആണ്. EA ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. EA, that is the question. EA ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. K തന്നിട്ടുണ്ട് അല്ലേ? Kയുടെ ഇക്വേഷൻ എന്താണ്? K is equal to A into e raised to minus EA divided by RT. Okay. ഇതില് K തന്നിട്ടുണ്ട്. എത്രയാണത്? This is equal to 5.4 into 10 raised to 11. Now, നമുക്ക് A is equal to, okay, നമുക്കറിയാം e raised to minus EA divided by RT is equal to one second, the question yes. For a reaction, the rate constant K 27 degrees Celsius was found to be K is equal to 5.4 into 10 raised to 11 into e raised to minus 50. Okay, അതിന് നമ്മൾ എടുത്തില്ല അല്ലേ? e raised to minus 50 കേട്ടോ. ഇതാണ് Kയുടെ വാല്യൂ 5.4 into 10 raised to 11 e raised to minus 50. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? K is equal to A into e raised to minus EA by RT ആണ് അല്ലെ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ 5.4 into 10 raised to 11 എന്താ? ഈ ഒരു രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്തേ. K is equal to A into e raised to minus EA by RT യും K is equal to 5.4 into 10 raised to 11 into e raised to minus 15 കമ്പയർ ചെയ്തേ. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഈ 5.4 into 10 raised to 11 എന്താ? ദാറ്റ് ഇസ് A. A is equal to 5.4 into 10 raised to 11. അപ്പോൾ what is e raised to minus EA by RT? That is e raised to minus 50. കണ്ടോ? ഇതാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ഓക്കെ, so e raised to minus EA by RT എന്താണ്? e raised to minus 50 ആണ്. Taking logarithm to both sides, എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ലോഗരിതം എടുക്കുമ്പോൾ എന്ത് കിട്ടും? Minus EA divided by RT is equal to log e raised to log എടുത്താൽ that is 50 അല്ലേ? രണ്ടും മൈനസ് മൈനസ് ഉണ്ട് അല്ലേ? അപ്പോൾ I will get EA is equal EA divided by RT is equal to 50. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? EA ആണ്. EA is equal to 50 into Rന്റെ വാല്യൂ എത്രയാണ്? 8.314 into T 27 degree Celsius അല്ലേ ക്വസ്റ്റ്യനില്? 27 degree Celsius എന്ന് പറയുമ്പോൾ 300 Kelvin. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾ. ഇക്വേഷനിൽ 50 into 8.314 into 300 ചെയ്ത് നോക്കാം. So you will get the right answer as this one, option D. तो check ചെയ്യോ നിങ്ങൾ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. Option D is the right answer. Moving on to the next question. For a given first order reaction, the reactant reduces to 1/4 initial value in 10 minutes. The rate constant for the reaction is, so നമുക്ക് K ആണ് കണ്ടുപിടിക്കേണ്ടത്, റേറ്റ് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കണേ? 2.303 ഡിവൈഡഡ് ബൈ T ഇൻറ്റു log A0
divided by A0 minus X. K is equal to 2.303 divided by, what is time? Time 10 minutes. 10 into log. നമ്മളോട് എന്താ പറഞ്ഞത്? For a given first order reaction, the reactant reduces to 1 by 4th initial value na. Appo A0 endagum 10 minutes la A0 endagum allengil what is A0 minus X? That is A0 by 4. Alle? So A0 cancel aayi poi. So K is equal to 2.303 divided by 10 into log 4. What is log 4? Log 4 is 0.6020. ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. That is 0.1386. Option A is the right answer. എല്ലാവരും ചെക്ക് ചെയ്യാട്ടോ ആൻസർ. Option A is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The angle between two planes respectively by the Miller indices 110 and 11s. നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് ആണ്, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. വാട്ട് യു ഹാവ് ടു കാൽക്കുലേറ്റ് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ്. സോ ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ്, വാട്ട് ഇസ് cos phi? ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? h1 into h2 plus k1 into k2 plus l1 into l2 divided by root of h1 square plus k1 square plus L1 square into root of h2 square plus L2 square plus h1 k1 h1 k2 L2. Sorry. എന്താണ്? Cos phi is equal to h1 into h2 plus k1 into k2 plus L1 into L2 divided by root of h1 square plus k1 square plus L1 square into root of h2 square plus k2 square plus L2 square. So ഇവിടെ 110 പ്ലെയിനും 111 പ്ലെയിനും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. So let's calculate what is cos phi. Cos phi is equal to എത്രയാണ്? h1 1, h2 1 plus k1 1, k2 1 plus L1 0, L2 1 divided by root of h1 1 into 1 into 1 square plus 1 square plus 0 square into root of 1 square plus 1 square plus 1 square. So what is it? 1 into 1, 1 plus 1. This is 2. 2 divided by, this is root 2. Either root 2 into root 3. But 2 ne namukku root 2 into root 2 nu ezhudam. So root 2 by 3. So we get cos phi as root 2 by root 3. So what is phi? What is 5? 5 is 45 degree. 45 degree. Cos phi is 45 degree. Root 2 by 3 varande. Cos root 2 by 3 varanam. That is 45 degree. Sribhadra's answer correct aanu ട്ടോ. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ 0.1386 ആണ് ട്ടോ. That is right answer. Very good. Okay. 45 degree. 45 degree. That is the right answer. 45 degree ആണ് correct answer. Moving on to the next question. The interplanar spacing of 110 plane in a cubic cell with lattice parameter A is equal to 4.242 angstrom
ഇത് ഇന്റർപ്ലേനാർ ഡിസ്റ്റൻസ് ആണ്. ഇന്റർപ്ലേനാർ ഡിസ്റ്റൻസ് ഡി ആണ്. ഇന്റർപ്ലേനാർ ഡിസ്റ്റൻസ് ഡി കണ്ടുപിടിക്കുന്നത് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇവിടെ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 4.242 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എച്ച് 110 പ്ലെയിൻ അല്ലേ, അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, അതായത് 4.242 ഡിവൈഡഡ് ബൈ റൂട്ട് 2. റൂട്ട് 2 എന്ന് പറയുന്നത് എത്രയാണ്? വാട്ട് ഇസ് റൂട്ട് 2? 1.4. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. 4.242 ഡിവൈഡ് ബൈ 1.4 ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. കറക്റ്റ് എത്ര വരും? 3 ആംസ്ട്രോം. ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളുടെ ആൻസർ ട്രൈ ചെയ്യുക സ്വന്തമായിട്ട്. ആൻസർ 3 അല്ല, 2 ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 ആണ് കേട്ടോ. ശ്രീഭദ്ര ടീച്ചർ ഓക്കെ ടീച്ചറെ, അതായത് 2 ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 ഞാൻ കാണിക്കാം. ഇവിടെ കണ്ടോ, നമുക്ക് 2 അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ 2നെയാണ് ഞാൻ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? റൂട്ട് 2 ബൈ റൂട്ട് 3 കോസ് 5 റൂട്ട് 2 ബൈ റൂട്ട് 3, അതായത് 45 ഡിഗ്രി വരും കേട്ടോ. ഓക്കെ ശരി. അടുത്തത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം. 4.242 ഡിവൈഡ് ബൈ റൂട്ട് 2. ഇക്വേഷൻ ഒക്കെ ഓർത്ത് വെക്കുക. നേരത്തെ നോക്കിയ ഇക്വേഷൻ ഏതാണ്? നോക്കുക, cos 5 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ h1 into h2 plus k1 into k2 plus l1 into l2 divided by root of h1 square plus k1 square plus l1 square into root of h2 square plus k2 square plus l2 square. ഓക്കെ, അടുത്തത് നമ്മളോട് ചോദിച്ചത് ഇതിപ്പോ cos 5 ആണുള്ളത്. ഇന്റർപ്ലേനാർ സ്പേസിംഗ് ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ഡി ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് അതിന്റെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A compound AXBY, compound AXBY, general ആയിട്ടൊരു കോമ്പൗണ്ട് തന്നു. Has a cubic structure with A atoms occupying all the FC position. A എവിടെയാണ്? FC പൊസിഷനിലാണ്. B ആറ്റം എവിടെയാണ് occupy ചെയ്യുന്നത്? ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ്. ഓക്കെ, അപ്പോൾ A ആറ്റംസ് occupy FCC, B atoms occupy tetrahedral voids. അപ്പൊ FCC നമുക്കറിയാം. FCC എന്ന് പറയുമ്പോൾ 8 കോർണേഴ്സിലും പിന്നെ നമ്മുടെ ഫേസസിൽ 6 ഫേസസിലാണ് വരുന്നത് അല്ലേ. അപ്പൊ കോൺട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. A ആറ്റം എന്ന് പറയുമ്പോൾ 8 into 1/8 plus 6 into 1/8, അതായത് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ 4 വരും അല്ലേ. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇവിടെ 4 ആണ്. ഇനി നമുക്ക് ബി ആറ്റം എവിടെ ഓക്യുപ്പൈ ആണ്? ബി ആറ്റം ഓക്യുപ്പൈ ദ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആണ്. വോയിഡ്സ് കണ്ടുപിടിക്കുന്ന ടെട്രാഹെഡ്രൽ വോയിഡ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2n ആണ്. അതേസമയം ഒക്ടാഹെഡ്രൽ വോയിഡ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ n ആണ് കേട്ടോ. അപ്പൊ 2n. അപ്പൊ ഇവിടെ എത്ര വരും? n എത്രയാണ്? 4. ദാറ്റ് ഇസ് 2 into 4. Two into 4, that is 8. So 8 tetrahedral voids occupy. അപ്പൊ A എന്ന് പറയുന്ന 4, B എന്ന് പറയുന്ന 8. Option B is the right answer. അപ്പൊ A occupies FCC, B occupies tetrahedral voids. എളുപ്പമാണ്. നമ്പർ ഓഫ് ആറ്റംസ് ബൈ യൂണിറ്റ്സിൽ FCC കണ്ടുപിടിക്കുക. ദാറ്റ് ഇൻഡു ചെയ്താൽ മതി. ഓക്കെ, കിട്ടിയല്ലോ. നമ്മുടെ മില്ലർ ഇൻഡിസസിന്റെ ഈ മില്ലർ ഇൻഡിസസ് കൂടുതലും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് ചോദിക്കാറുണ്ട്, ആംഗിൾ ബിറ്റ്വീൻ 2 പ്ലെയിൻസ് ചോദിക്കാറുണ്ട്, പിന്നെ നമ്മൾ ഈ ചെയ്ത ഡി ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഡെൻസിറ്റി കാണാതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻസ് വീതം എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജീത ടീച്ചറെ. ഓക്കെ, ഓക്കെ, അപ്പൊ 8 കിട്ടി കേട്ടോ. ദാറ്റ് ഇസ് 2, 4. അടുത്തത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഡെൻസിറ്റി എന്ന ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ടൊക്കെ ചോദിക്കാറുള്ള ഒരു ഫീൽഡാണ് അല്ലേ. A metal crystallizes in FCC structure with unit cell side 500 picometer.
If the density of the crystal is 1.330 gram per cc, the molar mass of the crystal is. നോക്കിക്കേ, മെറ്റൽ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് FCC-ലാണ്. അത് തന്നിട്ടുണ്ട്. യൂണിറ്റ് സെൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ തന്നിട്ടുണ്ട്. മോളാർ മാസ്. അപ്പൊ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു N into M divided by A cube into NA. ഇത് ഡെൻസിറ്റി ആണ്. ദിസ് ഇസ് ദ ഡെൻസിറ്റി. N നമ്പർ ഓഫ് ആറ്റംസ് per unit cell. M ക്യാപിറ്റൽ M മോളാർ മാസ്. A എന്ന് പറയുന്നത് ലെങ്ത് ആണ്, സൈഡ് ലെങ്ത് ആണ്. N അവോഗാഡ്രോ നമ്പർ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് FCC ക്രിസ്റ്റൽ ആണ്. നമ്മൾ കുറച്ചു നേരം മുമ്പ് ചെയ്തതാണ്. FCC ക്രിസ്റ്റലിന്റെ നമ്പർ ഓഫ് ആറ്റംസ് per unit cell 4 ആണ്. അതായത് N is equal to 4 ആണ്. A തന്നിട്ടുണ്ട്. അവര് 500 പൈക്കോമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. പൈക്കോമീറ്ററിനെ മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. പൈക്കോമീറ്റർ എന്ന് പറയുമ്പോൾ 500 into 10⁻⁻10 സെന്റിമീറ്ററിലേക്ക് മാറ്റുക. ബാക്കി എല്ലാം മോളാർ മാസ കണ്ടുപിടിക്കേണ്ടത്. ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 1.330 cc ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്.4 into മോളാർ മാസ് അറിയത്തില്ല, ഡിവൈഡഡ് ബൈ 500 into 10⁻⁻10 the whole cube into 6.022 into 10⁻23. ഇനി ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 1.330. M is equal to, ഇവിടെ എഴുതാണ്. What is M? M is equal to 1.33 into 500 into 10⁻⁻10 the whole cube into 6.022 into 10⁻23 divided by 4. So ഇത് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ ഫൈനൽ ആൻസർ പറഞ്ഞു തരാം. 25 ആണ് കേട്ടോ. ഓപ്ഷൻ സി 25 ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ആ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ടൈമിന്റെ ലിമിറ്റേഷൻ കാരണം ഞാനത് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫൈനൽ ആൻസർ തന്നിട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. 25 കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മെറ്റൽ ഗോൾഡ് ക്രിസ്റ്റലൈസസ് ഇൻ FCC സ്ട്രക്ചർ വിത്ത് യൂണിറ്റ് സെൽ ഡയമെൻഷൻ 4 ആംസ്ട്രം. ദ അറ്റോമിക് റേഡിയസ് ഓഫ് ഗോൾഡിന്റെ അറ്റോമിക് റേഡിയസ് ആണ്. ഇവിടെ നമുക്ക് ഗോൾഡ് FCC-ലാ ക്രിസ്റ്റലൈസ് ചെയ്യണം തന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ക്യൂബിക്കിലാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നതെങ്കിൽ റേഡിയസ് എങ്ങനെയാണ്? A/2 ആണ്. FCC അല്ലെങ്കിൽ CCP അല്ലെങ്കിൽ HCP ഒക്കെ ആണെങ്കിൽ A/2√2 ആണ്. BCC ആണെങ്കിൽ A into √3/4 ആണ്. നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇക്വേഷൻസ് പഠിക്കണം. റേഡിയസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് പഠിക്കുക. സിമ്പിൾ ക്യൂബിക്ക് A/2, FCC അഥവാ CCP ഓർ HCP ഒക്കെ A/2√2 ആണ്. BCC A into √3/4 ആണ്. ഇവിടെ ഗോൾഡ് ക്രിസ്റ്റൽ ആണ്. അത് FCC-ലാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി R എന്ന് പറയുന്നത് ദാറ്റ് ഈസ് A/2√2 ആണെന്ന്. ഇനി യൂണിറ്റ് സെൽ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 4 ആംസ്ട്രം. അതായത് 4/2√2. ഞാൻ ഈ 4നെ ലെറ്റ് ഇറ്റ് ബി 4. ഓക്കെ, 4നെ എനിക്ക് എങ്ങനെ എഴുതാം? 2 into √2 എന്ന് എഴുതാം അല്ലെ. 2√2 ക്യാൻസൽ ആയിപ്പോ. √2 ക്യാൻസൽ ആയിപ്പോ. ഇപ്പൊ √2 എന്ന് കിട്ടി. √2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.414 ആണ് √2. 1.414 ആണ് √2. That is option B is the right answer. Okay, കിട്ടിയല്ലോ. ജസ്റ്റ് അത് വളരെ എളുപ്പത്തിൽ N is equal to അതെ ശ്രീഭദ്ര ടീച്ചർ ശരിയാണ്. N is equal to 4 ആണ് കേട്ടോ. N is equal to 4 ആണ്. അത് FCC ക്രിസ്റ്റൽ ആയതുകൊണ്ട് N is equal to 4 ആണ്. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ ക്വസ്റ്റ്യൻ N ആണ് മിസ് പറഞ്ഞല്ലോ അല്ലെ. ഇതിന്റെ N അല്ലേ? 4 ആണ്. ഇത് FCC ക്രിസ്റ്റലിന്റെ നമുക്ക് കണ്ടെത്തേണ്ടത് റേഡിയസ് ആണ്. ദാറ്റ് ഇസ് A/2√2. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഇതിനകത്ത് നിന്ന് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വേറൊരു ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കാറുള്ളത് നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ എന്നാണ്. N lambda is equal to 2D sin theta. സിൽവർ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് FCC ക്യൂബിക് സ്ട്രക്ചർ ആണ്.
സെക്കൻഡ് ഓർഡർ ഡിഫ്രാക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 14 ഡിഗ്രി ആണ്. ലാംഡയാണ് തന്നിരിക്കുന്നത് അല്ലേ? ലാംഡ 1 ആംസ്ട്രോം ആണ്. ലാംഡ ഇസ് 1 ആംസ്ട്രോം. 1 plane of the crystal is 30. ഒന്നുകൂടെ വായിക്കാം. Silver crystallizes in FCC cubic structure. Second order diffraction angle of a beam of X-ray with lambda wavelength lambda is 1 angstrom. 1 plane of the crystal plane തന്നിട്ടുണ്ട്. 1 plane of the crystal അതിന്റെ ആംഗിൾ 30 ഡിഗ്രി ആണ്. യൂണിറ്റ് സെൽ ലെങ്ത് കണ്ടുപിടിക്കണം. ദ ക്രിസ്റ്റൽ യൂണിറ്റ് സെൽ ലെങ്ത് ക്രിസ്റ്റലിനെ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ തന്ന ഡീറ്റെയിൽസ് ഒക്കെ എഴുതാം. എ ആണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായി? FCC ക്രിസ്റ്റൽ ആണ്. ഇവിടെ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡിഫ്രാക്ഷൻ ആംഗിൾ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് ഓർഡർ ഡിഫ്രാക്ഷൻ ആംഗിൾ n ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ ആണ് എന്നുള്ള സംഗതി നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കി. ഓക്കെ, ലാംഡ തന്നിട്ടുണ്ട് 1 ആംസ്ട്രോം ആണെന്ന്. n എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ ഏത് ഓർഡർ ആണെന്നാണ് കേട്ടോ. ഇവിടെ സെക്കൻഡ് ഓർഡർ ഡിഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. സോ n ഇസ് ഈക്വൽ ടു 2. തീറ്റ തന്നിട്ടുണ്ട്. എത്രയാണ് തീറ്റ? 30 ഡിഗ്രി. അപ്പൊ സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഇസ് 1/2. ഇനി ഡി കണ്ടുപിടിക്കണം അല്ലെ? ഇന്റർപ്ലെയിനർ ഡിസ്റ്റൻസ് ഡി കണ്ടുപിടിക്കാൻ ഒരു സംഭവം തന്നിട്ടുണ്ട്. 111 പ്ലെയിൻ ആണ്. അപ്പൊ ഡി 111 പ്ലെയിൻ ആണ്. നമുക്ക് മനസ്സിലായി. ഡി 11 എങ്ങനെ കണ്ടുപിടിക്കണത്? വിച്ച് ഇസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമ്മള് n ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ. n ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ. n 2 ലാംഡ 1 which is equal to 2d into സൈൻ 30 that is 1/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? d is equal to 2 എന്ന് കിട്ടി. കണ്ടല്ലോ? അപ്പൊ ഇത് കിട്ടി, 2 കിട്ടി. 2 is equal to a divided by root of 1 square plus 1 square plus 1 square which is equal to എന്താണ്? 2 is equal to a divided by root 3. Therefore a is equal to 2 divided by root 3. 2 by root 3 കണ്ടുപിടിക്കട്ടോ. Sorry, a is equal to 2 into root 3. a is equal to 2 into root 3 അല്ലേ? ഒന്നുകൂടി പറയാം. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായി. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ. Lambda is given as 1 angstrom. Second order diffraction. So n is equal to 2. Angle theta 30 degree ആണ്. Diffraction angle 30 degree. So sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്രിസ്റ്റലിന്റെ സെൽ ലെങ്ത് ആണ്. ഓക്കെ, ലാറ്റിസിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് കണ്ടുപിടിക്കേണ്ടത് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. n ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ. n 2 ആണ്, ലാംഡ 1 ആണ്, 2d സൈൻ തീറ്റ. അപ്പൊ d അതിൽ നിന്ന് 2 കിട്ടി. പിന്നെ d is equal to a by root of h square plus k square plus l square ആണെന്നറിയാം. സോ അതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് a as 2 into root 3. 2 into 1.71 ചെയ്ത് നോക്കാം കേട്ടോ. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ 3.464. ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത ഓപ്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് കാൽക്കുലേഷൻ നന്നായിട്ട് ചെയ്യുക. ദാറ്റ് ഇസ് 3.464. 3.464. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, the fundamental equation dA is equal to the fundamental equation okay, Sribhadra, you're a B.Ed student. Okay, all the best for this coming set exam. കേട്ടോ എല്ലാവർക്കും. ഞാൻ ഒരു കാര്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളെ തെർമോഡൈനാമിക്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. മാക്സ്വെല്ലിന്റെ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കുക. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ദ ഫണ്ടമെന്റൽ
the fundamental equation dA is equal to minus S dt minus P dV. The Maxwell relation is the fundamental equation നമുക്ക് തന്നിട്ടുണ്ട് dA is equal to minus S dt minus P dV. Sorry, questionൽ ചെറിയ mistake ഉണ്ട്. Using the fundamental equation dA minus S dt minus P dV, the Maxwell relation is the Maxwell relation. ഇതിൽ ഏതാണ് അത് നമുക്ക് കുറെ നാല് ഞാനിപ്പോൾ അത് തരുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ 4 Maxwell relation ഇവിടെ എഴുതുന്നില്ല. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ dA is equal to minus S dt minus P dV എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാക്സ്വെൽ റിലേഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, 1 സെക്കൻഡ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മാക്സ്വെൽ റിലേഷൻ ആണ്. ആ മാക്സ്വെൽ റിലേഷൻ ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സി, ഇത് നിങ്ങൾ ബുക്കിലേക്ക് ഡ്രോ ചെയ്യുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇതാണ് മാക്സ്വെല്ലിലെ എളുപ്പം കേട്ടോ. ഇതിൽ ഞാൻ എഴുതാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സിൽവർ എന്ന് പറയുമ്പോൾ ഗോൾഡ്, ആദ്യം ഗോൾഡ് എഴുതാം. ഗോൾഡ് AU, then സിൽവർ, പിന്നെ മെർക്കുറി HG, എല്ലാം ക്യാപിറ്റൽ എഴുതാം കേട്ടോ. അപ്പൊ ഗോൾഡ് മെർക്കുറി കേട്ടോ. ഗോൾഡ് മെർക്കുറി നമുക്കെല്ലാം അറിയാലോ. വർക്ക് ഫംഗ്ഷൻ, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, ഗിബ്സ് ഫ്രീ എനർജി, AUHG. ഇങ്ങനെ ഓർത്താൽ മതി, ഗോൾഡ് മെർക്കുറി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഇവിടെ നമ്മൾ എഴുതുന്ന വോള്യം, ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ എൻട്രോപ്പി, ഇവിടെ പ്രഷർ. ഇത് ഓർക്കാൻ എളുപ്പവഴി VS തോറ്റുപോയി എന്ന് ഓർത്താൽ മതി. VS തോറ്റുപോയി. ഓക്കെ, VS തോറ്റുപോയി. ഓക്കെ, അങ്ങനെ VS തോറ്റുപോയി, അതായത് വോള്യം, എൻട്രോപ്പി, ടെമ്പറേച്ചർ, പ്രഷർ. ഇനി ഞാനിവിടെ ഒരു ആരോ ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. ഈ ആരോ എന്തിനാ വരച്ചു? ആരോ ഇരിക്കുന്ന സ്ഥലം, ആരോ എങ്ങോട്ടേക്കാ നോക്കുന്നത്? വോള്യത്തിനെയും ടെമ്പറേച്ചറിനെ നോക്കിയാൽ ആരോ ഇരിക്കുന്നത്. അവിടെ മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അവിടെ നിങ്ങൾ മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു മൈനസ് സൈൻ. ഇവിടെയൊക്കെ പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ്. അപ്പൊ ആരോ എങ്ങോട്ടായിരിക്കുന്നത്? അവിടെ മൈനസ് സൈൻ. ഇനി നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ V അല്ലേ, അവിടെ dV എന്ന് എഴുതാം. ഇവിടെ ടെമ്പറേച്ചർ അല്ലേ, അവിടെ dt എന്ന് എഴുതാം. ഇവിടെ പ്രഷർ അല്ലേ, അവിടെ dP എന്ന് എഴുതാം. ഇവിടെ എൻട്രോപ്പി അല്ലേ, അവിടെ ds എന്ന് എഴുതാം. ഇനി ഈ വോള്യത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രഷർ അല്ലേ, അപ്പൊ PdV. ഇനി ടെമ്പറേച്ചറിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രോപ്പി അല്ലേ, അപ്പൊ എന്താണ്? SdT. ഇനി എൻട്രോപ്പിയുടെ നേരെ ഓപ്പോസിറ്റ് ടെമ്പറേച്ചർ അല്ലേ, TdS. ഇനി പ്രഷറിന്റെ ഓപ്പോസിറ്റ് വോള്യം അല്ലേ, സോ VdP. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് മാക്സ്വെല്ലിന്റെ ഈ ഒരു ഡയഗ്രം, മാക്സ്വെൽ റിലേഷൻ എന്ന് പറയണേ, എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സും കിട്ടി. നോക്കിക്കേ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളൊരു ബോക്സ് വരയ്ക്കുക. അതില് ഗോൾഡ് മെർക്കുറി എന്ന് എഴുതാം, AUHG. VS തോറ്റുപോയി. പിന്നെ വോള്യം, ഓരോ വേർഡ്സ് ഉള്ള ഇരിക്കുന്നിടത്ത് dV എഴുതാം, S ഇരിക്കുന്നിടത്ത് DS എഴുതാം, T ഇരിക്കുന്നിടത്ത് DT എഴുതാം, P ഇരിക്കുന്നിടത്ത് DP എന്ന് എഴുതാം. ആരോ അങ്ങോട്ടാണ് ഇരിക്കുന്നത്, അവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഒന്നുമില്ലേ, ദിസ് ഇസ് എ വെരി ഈസി ജോബ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ തുടങ്ങാം. dou U divided by dou T at constant വോള്യം. നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെ കണ്ടുപിടിക്കും? dou U by dou T at constant വോള്യം എങ്ങനെ കണ്ടുപിടിക്കും? dou U by dou T. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
നമുക്ക് യുടെ ഇക്വേഷൻ അറിയാലോ. യുടെ ഇക്വേഷൻ എന്താണ്? യു ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് യു? മൈനസ് പി ഡി വി പ്ലസ് ടി ഡി എസ്. കണ്ടോ? ഇങ്ങനെ എഴുതാനാണ് നമ്മൾ ഈ ഒരു ടേബിൾ ഉപയോഗപ്പെടുത്തിയത്. യു ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി പ്ലസ് ടി ഡി എസ് ഇക്വേഷൻ എഴുതി. ഇനി ഡോ യു ബൈ ഡോ ടി കണ്ടുപിടിക്കാമല്ലോ. അതായത് ഇവിടുത്തെ വേരിയബിൾ ഏതാ? ടെമ്പറേച്ചർ ആണ്. എന്താ കോൺസ്റ്റന്റ് വി? ഇപ്പൊ കോൺസ്റ്റന്റ് വി, ഇത് കോൺസ്റ്റന്റാ, ഇതില്ല. നമ്മള് വിത്ത് റെസ്പെക്ട് ടു ഇത് ഡോ അങ്ങനെ ഒരു ഡോ യു സോറി ഇവിടെ ഡോ യു ബൈ ഡോ എസ് ആണ്. കാരണം അങ്ങനെ ഒരു വേരിയബിൾ ഇല്ലല്ലോ, ഡോ യു ബൈ ഡോ എസ്. അപ്പോൾ ഡോ യു ബൈ ഡോ എസ് ആണ്, അതായത് കോൺസ്റ്റന്റ് വോള്യത്തിലാണ്. വിത്ത് റെസ്പെക്ട് ടു എൻട്രോപ്പി ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. വോള്യം കോൺസ്റ്റന്റ്, അപ്പൊ ഈ ടേം ഇല്ല. അപ്പോ യു എന്താണ്? ഡോ യു ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് വോള്യം എന്താണ്? ഇറ്റ് ഇസ് ടെമ്പറേച്ചർ ടി. കണ്ടോ? ഞാൻ ജസ്റ്റ് എല്ലാ റിലേഷനും ഒന്ന് എഴുതി തരാം കേട്ടോ നിങ്ങൾക്ക്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒന്നുകൂടി ആ മാക്സ്വെൽ റിലേഷന്റെ ഡയഗ്രാം വരയ്ക്കാം. എ യു എച്ച് ജി വി എസ് തോറ്റുപോയി. ഇവിടെ പി ഡി വി അത് മൈനസ് ആണ്. ഇവിടെ എസ് ഡി ടി അത് മൈനസ് ആണ്. ഇവിടെ വി ഡി പി, ഇവിടെ എസ് സോറി ടി ഡി എസ്. ഇനി ഓരോ റിലേഷൻ എഴുതാം, ഞാൻ പറയാം. ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി എഴുതാം. അതിന് നിങ്ങൾ എന്ത് ഉപയോഗപ്പെടുത്തണം? യുടെ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തണം. യുടെ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ എഴുതും? ഞാൻ നേരത്തെ എഴുതി തന്നില്ലേ? യു ഇസ് ഈക്വൽ ടു ദേ അതിന്റെ രണ്ട് തലയ്ക്കുള്ള സാധനങ്ങൾ എഴുതാം. മൈനസ് പി ഡി വി പ്ലസ് ടി ഡി എസ്. കണ്ടോ? ഇനി നിങ്ങൾക്ക് വേറൊരെണ്ണം കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇപ്പൊ ഡോ എച്ച് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാത്തിന്റെ ഇക്വേഷൻ എഴുതാം. എച്ച് ഇസ് ഈക്വൽ ടു എച്ചിന്റെ ഇക്വേഷൻ എഴുതിക്കേ. വാട്ട് ഇസ് എച്ച്? എച്ച് ഇസ് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് പി പ്ലസ് വി ഡി പി. കണ്ടോ? ഇനി എയുടെ ഇക്വേഷൻ എന്താ? വാട്ട് ഇസ് എ? മൈനസ് ഇത് മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി. കണ്ടോ? ഇനി ജിയുടെ ഇക്വേഷൻ എഴുതാ. വാട്ട് ഇസ് ജി? ജി ഇസ് ഈക്വൽ ടു അതിന്റെ രണ്ട് സൈഡിലുള്ള ആള് മൈനസ് എസ് ഡി ടി പ്ലസ് വി ഡി പി. ഇതുപോലെ എഴുതിയാൽ മതി. എന്നിട്ടാ ഡോ യു ബൈ ഡോ വി. ഡോ യു ബൈ ഡോ വി എന്താണ്? ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. എൻട്രോപ്പി കോൺസ്റ്റന്റ്, അപ്പൊ ഈ ടേം പോയി, ബാക്കി എന്തുണ്ട്? മൈനസ് പി. കണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ്, ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ഡോ ജി ബൈ ഡോ ടി എന്താ ചോദിച്ച എന്ത് ചെയ്യും? ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കണ്ടോ? ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. പ്രഷർ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഡെറിവേറ്റീവ് എടുത്താൽ ഇറ്റ് ഇസ് മൈനസ് എസ്. അപ്പോ ഈ ഒരു എളുപ്പ വഴിയില് നിങ്ങൾക്ക് എല്ലാ റിലേഷൻഷിപ്പും ഇതുപോലെ ഡിറൈവ് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ചോദ്യത്തില് ഡി എയുടെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. വാട്ട് ഇസ് ഡി എ ബൈ ഡി എ ഇസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി ഡിവൈഡഡ് ബൈ മൈനസ് പി ഡി വി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡോ എ ഡിവൈഡഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോള്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലേ? എന്താണ് ഡോ എ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോള്യം? എന്താണ്? മൈനസ് എസ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിപ്പോ ചെയ്തില്ലേ? ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്താണ്? ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്താണ്? മൈനസ് എസ് ആണ്. സോ മാക്സ്വെൽ റിലേഷൻ എന്താണ്? ഡോ എ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ബോത്ത് ഇസ് മൈനസ് എസ്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നമ്മളോട് ചോദിക്കും. ഓക്കെ, അത് എളുപ്പമാണ്. നമുക്ക് ഏത് മാക്സ്വെൽ റിലേഷൻഷിപ്പ് ഇതുവഴി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീക്കില് ലൈവില് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.